ഇവിടെയും വേസ്റ്റ് കൊണ്ട് എറിയുന്നതാണോ എന്തോ. ഇതേ കണ്ട സൈഡിൽ മേൽപ്പാലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റൊരു സൈഡ് ബ്ലോക്കാണ്. ഇവിടെയും കണ്ടോ അത്യാവശ്യം നല്ല വൈഡായിട്ട് റോഡ് വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു ഡിവൈഡർ വന്നിട്ടുണ്ട്. പണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ബ്ലോക്കിന് വലിയടയിൽ പിന്നെ പൊതുവേ ഇതുപോലെ തന്നെയാണ് എപ്പോഴും. എന്നാൽ ഇത്രയും വലിയ ബ്ലോക്ക് അങ്ങനെ കാണാത്തതാണ്, ചാൻസ് കുറവാണ്. പക്ഷേ എന്താണ് സംഭവം എന്നറിയാൻ അത്യാവശ്യം നല്ലൊരു ബ്ലോക്കാണ്. ഒരു ഷട്ടിൽ വണ്ടി, ആറ്റിങ്ങൽ ചിറയൻകീഴ് വണ്ടിയും ഒരു ചിറയൻകീഴ് വാമനപുരം വണ്ടിയും കണ്ടോ, രണ്ടും അടുത്തടുത്ത് 5 മിനിറ്റ് ഗ്യാപ്പിൽ ഓടേണ്ട വണ്ടികളായിരിക്കാം ഇവർ രണ്ടുപേരും. പക്ഷേ ബ്ലോക്ക് കാരണം അടുത്തടുത്തായി. അതേപോലെ തന്നെ ബാക്കിലൊരു വണ്ടിയുണ്ട്, റോയൽ. ഈ റോയൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഷട്ടിൽ വണ്ടിയാണ്, ആറ്റിങ്ങൽ ചിറയൻകീഴ് വണ്ടിയാണ്. ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ബ്ലോക്കായിട്ടുണ്ട് ഇവിടെ. ഒരു ആംബുലൻസ് അവിടെ കിടപ്പുണ്ടേ. ആക്സിഡൻ്റ് ആവാനാണ് ചാൻസ് കൂടുതൽ. ഏറ്റവും നല്ലത് ശാർക്കര വഴി പോകുന്നതാണ്. ശാർക്കര വഴിയും പോകേണ്ട ആവശ്യമില്ല നമുക്ക്. ഈ പാലത്തിൻ്റെ താഴെ കൂടെ പോവാം. ഇതുവഴി നമുക്ക് കുറ്റിയത്ത് മുക്കിൽ ചെന്നിട്ട് അങ്ങനെ പോവാം. കണ്ടോ അടുത്ത വണ്ടി പോവുകയാണ്, ദേവിക. ആറ്റിങ്ങൽ കല്ലമ്പലമാണെന്ന് തോന്നുന്നത്. 5 മിനിറ്റ് ഗ്യാപ്പിലാണ് ഈ വണ്ടികളെല്ലാം പോകുന്നത്. ബസ്സുകാരെയും പണ്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഈ ട്രിപ്പ് പൊട്ടി അവരുടെ. ഇനിയിപ്പോൾ ആളെടുക്കാണ്ട് അങ്ങ് പോകാനേ പറ്റുള്ളൂ അവർക്കെല്ലാവർക്കും.